ഒരു ദിവസം മുമ്പ് ഉച്ചയ്ക്ക് വീട്ടിൽ കയറിയപ്പോഴാണ് ഇതുപോലെ റോഡിൽ പണി നടക്കുന്നത് കണ്ടത്. 2 മാസത്തോളം റോഡിൽ 8:30 തൊട്ട് 3:30 വരെ പണി നടക്കുമെന്ന് പറഞ്ഞ് നോട്ടീസ് കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ റോഡിൽ കുഴിയെടുക്കുന്ന പരിപാടി ജപ്പാനിലും ഉണ്ട് കേട്ടോ. ഇവിടെ സിറ്റികളിലൊക്കെ കുക്കിംഗ് ഗ്യാസ് പോകുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഴിക്കലാണ് ഈ കാണുന്നത്. കുറച്ച് ദിവസം മുമ്പ് വന്ന് റോഡിൽ കുഴിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് പോയായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒച്ച കേട്ടിട്ടാണ് പുറത്ത് നോക്കിയത്. അപ്പോൾ അവരൊരു പാട്ട് കുഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് പോയി വീഡിയോ എടുത്തു. രാവിലെ ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് റോഡ് കുഴിക്കാനുള്ള പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വണ്ടി കൊണ്ടുവന്ന് ഫുള്ള് മണ്ണൊക്കെ മാന്തി എടുത്തു. എല്ലാം ഒരു ടെമ്പോയിലേക്കാണ് കയറ്റിയത്. എന്നിട്ട് പിന്നെ ഒരാളിറങ്ങി കുറച്ച് നേരം ചെക്ക് ചെയ്ത് എന്തൊക്കെയോ മാറ്റുകയൊക്കെ ചെയ്തു. എന്നിട്ട് പഴയതുപോലെ തന്നെ മണ്ണിട്ട് മൂടി. ഇത്ര ആയപ്പോഴത്തേക്ക് ഉച്ചയായി. വേറെ വണ്ടികളൊക്കെ അതിലെ പാസ് ചെയ്ത് പോകുമ്പം അവരെ വിറ്റിട്ട് മാത്രമേ ഇവർ പണി ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ഈ കൊടി പിടിച്ച് നിൽക്കുന്ന ആൾ ഒന്ന് വണ്ടികളൊക്കെ നിർത്തിച്ചിട്ട് ഈ വണ്ടീനെ ഒന്ന് ഒതുക്കി കൊടുക്കും. എന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ടാണ് ജോലി തുടരുന്നത്. ഉച്ചയായപ്പോൾ അവർ ഇതുപോലെ മണ്ണിട്ട് വെച്ചിട്ട് കോണൊക്കെ വെച്ചിട്ട് അടച്ചിട്ട് പോയി. ഇന്നിപ്പോൾ കുറച്ച് പാട്ട് മാത്രമേ ഇവർ കുഴിച്ചുള്ളൂ. സാധാരണ ഇവർ 3 മീറ്റർ വരെ കുഴിച്ചിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇത് അടച്ച് വൃത്തിയാക്കി തിരിച്ച് ടാറിട്ട് വെച്ചിട്ടാണ് ദിവസവും പൊക്കോണ്ടിരുന്നത്. എല്ലാ ദിവസവും 3:30 ആകുമ്പോഴത്തേക്ക് അവർ ഇതുപോലെ ടാറിട്ട് വൃത്തിയാക്കി തിരിച്ച് പഴയ പടിയാക്കിയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. 3:30 എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ തിരിച്ച് വരുന്ന ഒരു സമയമാണ്. അതിനു മുമ്പ് അവർ പണി നിർത്തും. കാര്യം പകൽ സമയത്ത് നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നെങ്കിലും ആൾക്കാർക്ക് ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മറ്റ് തടസ്സങ്ങളൊന്നും വരുത്താതെയാണ് ഇവിടെ ഈ പരിപാടി ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞാനും ഇത്രയും ദിവസം ഈ പ്രോസസ്സ് അറിഞ്ഞതേ ഇല്ല. ഇതിപ്പോൾ ലാസ്റ്റ് ദിവസമാണെന്ന് തോന്നുന്നു. ഇതുവരെ പല ദിവസമായിട്ട് റോഡിൽ അങ്ങിങ്ങായിട്ട് കുഴിയെടുക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഈ വണ്ടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എടുത്ത് അവർക്ക് പോകാൻ വേണ്ട വഴി ഒരുക്കിയിട്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ടാറിങ് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടാൽ അറിയാം അടുത്തെങ്ങും ഇതൊന്നും ഇളകി പോകരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് നല്ല മനസ്സോടുകൂടിയാണ് അവർ ചെയ്യുന്നതെന്ന്. കാരണം കുറേ തവണ ചെക്ക് ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ചിട്ടൊക്കെയാണ് അവർ പോയത്. സത്യം പറഞ്ഞാൽ റോഡ് പണിയൊക്കെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്റർനെറ്റ് കേബിൾ വലിക്കാനും പൈപ്പ് ലൈൻ ശരിയാക്കാനും ഒക്കെ എന്ന് പറഞ്ഞ് റോഡിൻ്റെ സൈഡിലൊക്കെ കുഴിയെടുത്തിട്ടിരിക്കുന്നത് നാട്ടിൽ കണ്ട് ശീലിച്ച് വന്ന എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല അത്ഭുതമായിരുന്നു. അങ്ങനെ ഇന്ന് ഫൈനൽ ഡേ അവർ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജോലിയും കഴിഞ്ഞിട്ട് പോയി. ഈ റോഡിൻ്റെ പല ഭാഗത്തായിട്ട് കറുത്ത വരകൾ കാണാം, ടാറിട്ടിരിക്കുന്ന. ഇതെല്ലാം പല ദിവസമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവർ കുഴിച്ചെടുത്ത് വൃത്തിയാക്കി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പോയ സ്ഥലങ്ങളാണ്. ജപ്പാനിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്.